ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ പോലത്തെ ഒരു കുട്ടി വ്ളോഗാണ്. ഫുള്ളായിട്ടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ വേഗം പോയി ബ്രഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് വന്നു കേട്ടോ. രാവിലെ തന്നെ നല്ല മഴ പെയ്യാനുള്ള കാറൊക്കെ വന്നേനു. അപ്പോൾ തന്നെ ഞാൻ വേഗം പോയി അടിച്ച് വാരാനൊക്കെ നിന്ന്. മഴ പെയ്യുന്നതിന് മുന്നേ വേഗം അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ. ഇപ്പം അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെല്ലെ മെല്ലെ എൻ്റെ പണികളൊക്കെ ചെയ്ത് തീർത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് അടിച്ച് വാരി കഴിഞ്ഞ് പിന്നെ കോളേജിൽ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ടേബിൾ മൊത്തം ഇങ്ങനെ മെസ്സായി കിടക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എൻ്റെ പണി ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു മ്യൂസിക് വെച്ച് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്നുള്ള കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള പണി ചെയ്ത് തീർക്കാനൊക്കെ പെട്ടെന്ന് കൈയൊക്കെ ചെയ്യും. അങ്ങനെ ഹെൽപ്പ് ചെയ്തിന് കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കും. അതായത് ആ ബെഡൊക്കെ വൃത്തിയാക്കുക അങ്ങനത്തൊക്കെ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ആദ്യം അപ്പുറത്തെ ഭാഗത്തേക്കായിരുന്നു തല വെച്ച് കിടക്കൽ. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കാറ്റൊന്നും കിട്ടുന്നില്ല, ഒരു ഉറക്കൊന്നും സുഖമാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടോ. ഇപ്പം അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. അതിനെക്കൊണ്ട് തന്നെ അതാ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഈ ബ്ലാങ്കറ്റൊക്കെ ഫോൾഡ് ചെയ്ത് പിന്നെ എൻ്റെ ഈ റൂമിലത്തെ രണ്ടാമത്തെ മെസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടേബിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ TV വെച്ച ഈ ടേബിളാട്ടോ. കാരണം അവിടെയാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാ സ്നാക്സും അത്യാവശ്യം വെള്ളം കുടിക്കാനുള്ള എല്ലാ പാത്രങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ അവിടെ നിന്നാണ് എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് എടുത്ത് പോകാനൊക്കെ പറ്റുക. അതിനെക്കൊണ്ട് ഭയങ്കരമായിട്ട് മെസ്സായി നിൽക്കുമ്പോൾ മാത്രമേ ഞങ്ങളവിടെ വൃത്തിയാക്കുള്ളൂ. അവിടെ നിന്ന് തന്നെയാണ് ചാർജൊക്കെ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ചാർജർ റൂമിൽ എല്ലാ സാധനവും അവിടെ ഇങ്ങനെ കാണാം. പിന്നെ അതാണ് എളുപ്പം എല്ലാവർക്കും എടുക്കാനൊക്കെ. അതിനെക്കൊണ്ടാണ് അവിടെ ഇങ്ങനെ അധികം മെസ്സായി നിൽക്കുന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും വെക്കുന്നതും കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നല്ല പൊടിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അതിയൊക്കെ ഞാൻ ജസ്റ്റ് തട്ടി വെച്ച് പിന്നെന്താ റൂമത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വേഗം പോയി അടിച്ച് വാരാനൊക്കെ നിന്നിട്ടോ. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ ഇത്, ഡോവിൻ്റെ ഹെയർ മാസ്ക്. അങ്ങനെ പെട്ടെന്ന് എന്തോ ഒന്ന് എനിക്ക് കുളിക്കാൻ തോന്നിയെന്ന് അങ്ങനെ ഞാൻ ഈ ഹെയർ മാസ്ക് വാങ്ങിയതാട്ടോ. കാരണം യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ റിവ്യൂ തന്നെ ഉള്ളൂ. അങ്ങനെ കണ്ട് ആഗ്രഹിച്ച് ഞാൻ ഫൈനലി ഇത് വാങ്ങിയതാട്ടോ. ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം എനിക്ക് ട്രൈ ചെയ്യണമെന്നു, പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനത് അപ്പം തന്നെ ഞാൻ അങ്ങനെ മൂടി എടുത്ത് വെച്ച് ഇനി കുളിക്കുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നേരെ വേഗണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2-3 ചപ്പാത്തിയും പിന്നെ തക്കാളിക്കറി ഉണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ചങ്ങനെ പുറത്തിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്ടല്ലോ എന്ന്. പനി വന്നതിന് ശേഷം പിന്നെ എനിക്ക് പഠിക്കാൻ കൂടി ഒന്ന് ബുക്ക് എടുക്കാൻ കൂടി ഒരു മൂഡില്ലേനു. പിന്നെ ഈ അസൈൻമെൻറ്റ് കുറച്ച് ഇതും പിന്നെ നിർത്തും, പിന്നെ നിർത്തും, അങ്ങനെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കാമെന്ന്. ChatGPT-യിലാട്ടോ ഞാൻ അധികം നോക്കി അസൈൻമെൻറ്റ് ചെയ്താൽ. കാരണം എല്ലാ വെബ്സൈറ്റിലും ഓരോന്ന് വായിക്കുമ്പോഴും ഓരോന്നാണ് കാണുക. അപ്പം ഇപ്പം കൂടി കൺഫ്യൂസ്ഡ് ആവുമല്ലോ. ഇതാണെങ്കിൽ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇതന്നെയാണ് റെഫർ ചെയ്യൽ അസൈൻമെൻറ്റ് എഴുതാനും നോട്ട്സ് ഉണ്ടാക്കാനും. ഇപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനൊക്കെ ഞാൻ ChatGPT തന്നെ യൂസ് ചെയ്യൽ. അങ്ങനെ അത് നോക്കി ഇങ്ങനെ കുറേ ഇരുന്ന് എഴുതും. ഇത് എഴുതി തുടങ്ങി ഓരോ പേജ് തീരുമ്പോഴും ഞാൻ വിചാരിക്കും ഇപ്പം കഴിയുമെന്ന്. പിന്നെ അത് എഴുതി കഴിഞ്ഞ് പിന്നെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാവും അതൊന്നുകൂടി വലുതാക്കിയിട്ട്. പിന്നെ അതൊക്കെ എഴുതി കഴിയാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. എന്തായാലും ഞാനിന്ന് വിചാരിച്ചിരുന്നു ഇതെന്തായാലും ഇന്നത്തോടെ തന്നെ തീർക്കണമെന്ന്. കാരണം നാളത്തേക്ക് വെക്കുമ്പം അതിങ്ങനെ നീണ്ടു പോവുകയും ചെയ്യും. പിന്നെ എനിക്ക് മടിയാവും. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല രീതിയിൽ വിശന്നപ്പോൾ ഞാൻ വേഗം പോയി പൂരിയും ബാജിക്കറിയും കൂട്ടി കഴിച്ചിട്ടോ. അങ്ങനെ അത് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി ബാക്കിയതാന്ന് വിചാരിച്ച് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എത്തിയിരിക്കുമ്പോൾ എനിക്കും മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിർത്തും ചെയ്യും കേട്ടോ. പിന്നെ കോളേജുള്ളതിന് തലേ ദിവസം രാത്രി ഇരുന്ന് കയ്യും വേദനിച്ച് അങ്ങനെ ഇരുന്ന് എഴുതലേക്കും. അങ്ങനെ ഇത് എഴുതിയിട്ടും തീരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴാട്ടെ ഇനിയും ഇത് അത്രേ ഉണ്ടെന്ന് കണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇത് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വരുമ്പം കുറച്ച് കൂടുതലായി പോകും. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഫൈനലി അസൈൻമെൻറ്റ്സൊക്കെ എഴുതി കഴിഞ്ഞ് അതിലേറ്റവും സാറ്റിസ്ഫൈങ് പാർട്ടാട്ടോ ഇത്. എനിക്കിങ്ങനെ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എഴുതും. പിന്നെ ഇതും സബ്മിറ്റഡ് ബൈ ഷാരോൺ പ്രേംകുമാർ. ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എഴുതാൻ. എന്താ അറിയില്ല, എനിക്ക് ചെറുതിൽ മുതലേ ഇങ്ങനെ എഴുതുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിരുന്നു, ഉച്ചയായിരുന്നു. അപ്പോൾ അമ്മനോട് പറഞ്ഞു എന്തായാലും മാറ്റിക്കോ, അമ്മ എന്തായാലും പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ എനിക്ക് ത്രെഡ് കൂടി ചെയ്യാൻ പോകാമെന്ന്. ആദ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേനോട്ടോ പോയത്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ത്രെഡ് ചെയ്യാനൊന്നും പോക്കുണ്ടാവില്ല എന്ന്. കാരണം ഇപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ, ഫ്രണ്ട്സിനെ കണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കില്ലേ.
അതേപോലെ തന്നെ അമ്മ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. എനിക്ക് ത്രെഡ് ചെയ്യാൻ പോക്കുണ്ടേനോ ഒന്നും പിന്നെ നടന്നില്ല, ഞാനായിട്ട് പിന്നെ പറയാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് ചിക്കനും വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് മാത്രം എടുക്കുമ്പോൾ എനിക്കും ചടയ്ക്കും, കാണും നിങ്ങൾക്കും മടുക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.